ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് 4 തരത്തിലുള്ള ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ് എന്നിങ്ങനെ 4 തരത്തിലാണ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുള്ളത്. ഫോർവേഡ് എന്താണെന്ന് പറഞ്ഞു, ഫ്യൂച്ചർ എന്താണെന്ന് പറഞ്ഞു, ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഇനി ഈ 4 തരത്തിലുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെയും ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് ഇനി പറയാനുള്ളത്. ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വാപ്പ് കോൺട്രാക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ആദ്യം നമുക്ക് ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട്സ് ആർ ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. അതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു പ്രത്യേകത. ഫോർവേഡ് കോൺട്രാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ കോൺട്രാക്റ്റ് ആണ്. അതായത് 2 വ്യക്തികൾ തമ്മിലുള്ള ബൈലാറ്ററൽ കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ 2 പാർട്ടികൾ എന്തിലുണ്ടായിരിക്കും? ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കും. ദേ ആർ എക്സ്പോസ്ഡ് ടു കൗണ്ടർ പാർട്ടി റിസ്ക്. അതായത് 2 പാർട്ടികൾക്കും അവിടെ റിസ്ക് എന്നുള്ളത് ഉണ്ടായിരിക്കും. കാരണം ഇവിടെ ഒരു എക്സ്ചേഞ്ചിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത കാരണം കൊണ്ട്, അതായത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ സാന്നിധ്യം ഇല്ലാത്ത കാരണം കൊണ്ട് കൗണ്ടർ പാർട്ടി റിസ്ക് 2 പാർട്ടിക്കും ഉണ്ടാവും. കാരണം എഗ്രിമെൻറ്റ് പ്രകാരം നിശ്ചിത സമയത്തിനുള്ളിൽ കോൺട്രാക്ട് നടപ്പിലാവുകയോ നടപ്പിലാകാതിരിക്കുകയോ ചെയ്യാം. അതുകൊണ്ട് തന്നെ കൗണ്ടർ പാർട്ടി റിസ്ക് എന്നുള്ളത് എന്തിലുണ്ടായിരിക്കും? ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കും. കോൺട്രാക്ട് പ്രൈസ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ പബ്ലിക് ഡൊമൈൻ. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ സാന്നിധ്യമില്ലാത്ത കാരണം കൊണ്ട് തന്നെ കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് എന്നുള്ളത് ഡിസൈൻ ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിളോ ആയിരിക്കില്ല. ഇപ്പോൾ സാധാരണ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ കോൺട്രാക്ട് പ്രൈസ് എന്നുള്ളത് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് എന്നുള്ളത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിരിക്കുകയില്ല. Each contract is custom designed and hence is unique in terms of contract size, expiration date and asset type and quality. ഓരോ കോൺട്രാക്റ്റും കസ്റ്റം ഡിസൈൻ ചെയ്തതും അതുപോലെ തന്നെ യുണീക്ക് ആയിരിക്കും. ഒന്നിനൊന്ന് വ്യത്യാസമായിരിക്കും. അതിൻ്റെ സൈസ് കൊണ്ടാകാം, എക്സ്പയറേഷൻ ഡേറ്റ് കൊണ്ടാകാം, അസറ്റിൻ്റെ ടൈപ്പ് കൊണ്ടാകാം, ക്വാളിറ്റി കൊണ്ടാകാം. ഇങ്ങനെ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടും ഓരോ കോൺട്രാക്റ്റും മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഓരോ കോൺട്രാക്റ്റും കസ്റ്റം ഡിസൈൻ ചെയ്തതാണ്. അതുപോലെ തന്നെ യുണീക്കാണ്. കോൺട്രാക്റ്റ് സൈസിനനുസരിച്ചിട്ടും എക്സ്പയറേഷൻ ഡേറ്റിനനുസരിച്ചിട്ടും അസറ്റിൻ്റെ ടൈപ്പ് ആൻഡ് ക്വാളിറ്റി എന്നിവയ്ക്ക് അനുസരിച്ചിട്ടും കോൺട്രാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ യുണീക്കാണെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ്. ദേ ആർ പ്രൈവറ്റ് ആൻഡ് ബൈൻഡിങ് ഫോർവേഡ് ട്രേഡ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ബയ്യർ ആൻഡ് ദ സെല്ലർ. ബയ്യറും സെല്ലറും തമ്മിൽ ബൈൻഡിങ് ചെയ്യപ്പെട്ടുള്ള ഫോർവേഡ് ട്രേഡ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് എഗ്രിമെൻറ്റുകളാണ് ഫോർവേഡ് കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫോർവേഡ് കോൺട്രാക്റ്റുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഫോർവേഡ് കോൺട്രാക്ട്സ് ആർ ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. ഫോർവേഡ് കോൺട്രാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ കോൺട്രാക്റ്റുകളാണ്. ദേ ആർ എക്സ്പോസ്ഡ് ടു കൗണ്ടർ പാർട്ടി റിസ്ക്. കൗണ്ടർ പാർട്ടി റിസ്ക്കുകൾക്ക് വിധേയമാണ്. കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് എന്നുള്ളത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല. ഓരോ കോൺട്രാക്റ്റും കസ്റ്റം ഡിസൈൻഡ് ആണ്. അതുപോലെ തന്നെ കോൺട്രാക്റ്റിൻ്റെ സൈസിനനുസരിച്ചിട്ടും എക്സ്പയറേഷൻ ഡേറ്റിനും അസറ്റിൻ്റെ ടൈപ്പിനും ക്വാളിറ്റിക്കും അനുസരിച്ചിട്ടും യുണീക്കാണ്. ദേ ആർ പ്രൈവറ്റ് ആൻഡ് ബൈൻഡിങ് ഫോർവേഡ് ട്രേഡ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ബയ്യർ ആൻഡ് സെല്ലർ. ബയ്യറും സെല്ലറും തമ്മിലുള്ള പ്രൈവറ്റ് ആൻഡ് ബൈൻഡിങ് ഫോർവേഡ് ട്രേഡ് എഗ്രിമെൻറ്റുകളാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരായ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സാന്നിധ്യമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും കൗണ്ടർ പാർട്ടി റിസ്ക്കുകൾക്ക് വിധേയമാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫ്യൂച്ചേഴ്സ് ആർ ട്രേഡഡ് ഓൺ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചസ്. ഫോർവേഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യുന്നത് ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചുകളിലാണ്. ഫ്യൂച്ചേഴ്സ് പ്രൊവൈഡ് എ റെഡി ലിക്വിഡ് മാർക്കറ്റ് ഇൻ വിച്ച് ഫ്യൂച്ചേഴ്സ് ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ് അറ്റ് എനി ടൈം ലൈക്ക് ഇൻ എ സ്റ്റോക്ക് മാർക്കറ്റ്. ഫ്യൂച്ചേഴ്സ് ഒരു റെഡി ലിക്വിഡ് മാർക്കറ്റാണ്. ഇതിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏത് സമയവും ഫ്യൂച്ചർ ബോട്ട് ചെയ്യുകയോ സോൾഡ് ചെയ്യുകയോ ചെയ്യാം. ഫ്യൂച്ചേഴ്സ് പ്രൊവൈഡ് എ റെഡി ലിക്വിഡ് മാർക്കറ്റ്. ഒരു റെഡി ലിക്വിഡ് മാർക്കറ്റാണ് ഫ്യൂച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ വിച്ച് ഫ്യൂച്ചേഴ്സ് ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ് എനി ടൈം ലൈക്ക് ഇൻ എ സ്റ്റോക്ക് മാർക്കറ്റ്. ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ പോലെ ഏത് സമയത്തും ഫ്യൂച്ചേഴ്സ് ബോട്ട് ചെയ്യുകയും സോൾഡ് ചെയ്യുകയും ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മൂന്നാമത്തത് ഫ്യൂച്ചേഴ്സ് ആർ ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ കോൺട്രാക്ട് ദാറ്റ് ഒബ്ലിഗേറ്റ് ദ പാർട്ടീസ് ടു ട്രാൻസാക്ട് ആൻ അസറ്റ് അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് ഫ്യൂച്ചർ ഡേറ്റ് ആൻഡ് പ്രൈസ്. പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഡേറ്റിലും പ്രൈസിലും ഒരു അസറ്റിൻ്റെ മുകളിൽ ട്രാൻസാക്ഷൻ നടപ്പിലാക്കാൻ പാർട്ടികൾക്ക് ഫിനാൻഷ്യൽ കോൺട്രാക്ട് പ്രകാരം നൽകുന്ന ഒരു ഒബ്ലിഗേഷനാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. സോ ഫ്യൂച്ചേഴ്സ് ആർ ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ കോൺട്രാക്ട് ദാറ്റ് ഒബ്ലിഗേറ്റ് ദ പാർട്ടീസ്. പാർട്ടികൾക്ക് ഒരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ചുമതലയാണ് ഇതിൽ കൂടെ ഉണ്ടാകുന്നത്. ഒരു അസറ്റ് ഒരു നിശ്ചിത ഡേറ്റിൽ ഒരു നിശ്ചിത പ്രൈസിൽ ട്രാൻസാക്ട് ചെയ്യാനുള്ള ഒരു ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ കോൺട്രാക്റ്റാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്.
ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻസ് ആർ യൂഷ്വലി ലിക്വിഡേറ്റഡ് ഈസിലി. ഫ്യൂച്ചറിൽ ലോങ് പൊസിഷൻസും ഷോർട്ട് പൊസിഷൻസും ഉണ്ടായിരിക്കും. അത് രണ്ടും ഈസി ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ദീസ് ആർ ട്രേഡഡ് ഓൺ ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓർഗനൈസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യുന്നത്. ഫ്യൂച്ചേഴ്സ് പ്രൊവൈഡ് എ റെഡി ലിക്വിഡ് മാർക്കറ്റ് ഇൻ വിച്ച് ഫ്യൂച്ചേഴ്സ് ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ് അറ്റ് എനി ടൈം ലൈക്ക് ഇൻ എ സ്റ്റോക്ക് മാർക്കറ്റ്. ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ പോലെ തന്നെ ഏത് സമയത്തും ഫ്യൂച്ചേഴ്സ് ബോട്ട് ചെയ്യാനും സോൾഡ് ചെയ്യാനും കഴിയും. Futures are derivative financial contract that obligate the parties to transact an asset at a predetermined future date and price. പ്രീഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ ഡേറ്റിലും പ്രൈസിലും ഒരു അസറ്റ് ട്രാൻസാക്ട് ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ പാർട്ടീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻസ് ആർ യൂഷ്വലി ലിക്വിഡേറ്റഡ് ഈസിലി. ഫ്യൂച്ചറിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ലോങ് പൊസിഷൻസും ഷോർട്ട് പൊസിഷൻസും ഒരേ സമയം തന്നെ ഈക്വലായിട്ട് യൂഷ്വലി ലിക്വിഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മൂന്നാമത്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ കോൺട്രാക്ട്സ് ആർ ഹൈലി സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് സോ ദേ ക്യാൻ ബി ട്രേഡഡ് ഓൺലി ഇൻ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചസ്. മറ്റുള്ള കോൺട്രാക്റ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റാണ് ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അത് ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചുകൾ വഴിയാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. The option holder must pay a certain amount called premium for holding the right of expressing the option. ഓപ്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രീമിയം എന്നൊരു നിശ്ചിത എമൗണ്ട് ഓപ്ഷൻ ഹോൾഡർ നിർബന്ധമായിട്ടും പേ ചെയ്യണം. An option is a derivative contract that gives the buyer the right but not the obligation to buy or sell the underlying asset by a certain date at a specified price. ഒരു നിശ്ചിത പ്രൈസിൽ ഒരു നിശ്ചിത ഡേറ്റിൽ ഒരു അണ്ടർലൈങ് അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനുള്ള ഒരു അവകാശമാണ് ഓപ്ഷൻ കോൺട്രാക്റ്റ് ബയ്യർക്ക് കൊടുക്കുന്നത്. ഇതൊരു ചുമതലയല്ല, അയാൾക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനുള്ളൊരു അവകാശമാണ്. ബയ്യർ അയാളുടെ റൈറ്റ് നടപ്പിലാക്കി കഴിഞ്ഞാൽ സെല്ലർ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് ഒബ്ലിഗേഷൻ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഈസ് എ ഫ്രീഡം ഓർ റൈറ്റ് ടു ചൂസ് ആണ്. ചോയ്സ് ആണ് അല്ലെങ്കിൽ റൈറ്റ് ടു ഫ്രീഡം ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയാണ് ഇത് ട്രേഡ് ചെയ്യുക. ഓപ്ഷൻ ഹോൾഡർക്ക് ഒരു സെർട്ടൻ എമൗണ്ട് ലഭിക്കും. ഇതിനെ പറയുന്നതാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഓപ്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ റൈറ്റാണിത്. ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണ്, ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ ദ അണ്ടർലൈങ് അസറ്റ് ബൈ എ സെർട്ടൻ ഡേറ്റ് അറ്റ് സ്പെസിഫൈഡ് പ്രൈസ്. ഒരു നിശ്ചിത പ്രൈസിൽ ഒരു നിശ്ചിത ഡേറ്റിൽ അണ്ടർലൈങ് അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനുള്ള ഒരു റൈറ്റാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതൊരു ഒബ്ലിഗേഷൻ അല്ല, ചുമതലയല്ല. നെക്സ്റ്റ് നാലാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് ആണ് സ്വാപ്പ് എന്ന് പറയുന്നത്. സ്വാപ്പ് കോൺട്രാക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Swap refers to an exchange of one financial instrument for another between the parties concerned. പാർട്ടികൾ തമ്മിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്വാപ്പ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് രണ്ട് പാർട്ടികൾ തമ്മിൽ. അത്തരത്തിലുള്ള കോൺട്രാക്റ്റാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. ദ എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ് ആൻഡ് ടൈം ആസ് സ്പെസിഫൈഡ് ഇൻ ദ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടുള്ള ഒരു പ്രൈസിനും ടൈമിനുമാണ് എക്സ്ചേഞ്ച് എന്നുള്ളത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. സ്വാപ്സ് ആർ നോട്ട് എക്സ്ചേഞ്ച് ഓറിയൻറ്റഡ് ആൻഡ് ആർ ട്രേഡഡ് ഓവർ ദ കൗണ്ടർ. യൂഷ്വലി ദ ഡീലിംഗ് ആർ ഓറിയൻറ്റഡ് ത്രൂ ബാങ്ക്സ്. സ്വാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓറിയൻറ്റഡ് അല്ല, അതിലെ ഡീലിങ്സ് എന്നിട്ട് നടപ്പിലാക്കുന്നത് ബാങ്കുകൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഓവർ ദ കൗണ്ടർ വഴി ട്രേഡ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് സ്വാപ്പ് ഈസ് ടു ചേഞ്ച് വൺ സ്കീം ഓഫ് പേയ്മെൻറ്റ് ടു അനദർ. ഒരു സ്കീം ഓഫ് പേയ്മെൻറ്റ് മറ്റൊരു സ്കീം ഓഫ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് സ്വാപ്പിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസും ഡോളറും തമ്മിൽ കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ലോണും ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് ലോണും തമ്മിൽ കൺവേർട്ട് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നോർമലി സ്വാപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഇൻട്രസ്റ്റ് റേറ്റുകൾ തമ്മിൽ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുക, രണ്ട് കറൻസികൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ചെയ്യുന്നത് സ്വാപ്പ് അല്ലെങ്കിൽ കമ്മോഡിറ്റികളുടെ എക്സ്ചേഞ്ച്, ഇതൊക്കെ സ്വാപ്പുകൾ വഴി ചെയ്യാറുണ്ട്. അപ്പോൾ സ്വാപ്പ് റെഫേഴ്സ് ടു എൻ എക്സ്ചേഞ്ച് ഓഫ് വൺ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഫോർ അനദർ ബിറ്റ്വീൻ ദ പാർട്ടീസ് കൺസേൺഡ്. പാർട്ടികൾ തമ്മിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് സ്വാപ്പ് എന്ന് പറയുക. അത് പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിലും ടൈമിലും കോൺട്രാക്റ്റിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിലും ടൈമിലുമാണ് എക്സ്ചേഞ്ച് എന്നുള്ളത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. എക്സ്ചേഞ്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല സ്വാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ
ഡീലിങ്സ് എന്നത് നടപ്പിലാക്കുന്നത് ബാങ്കുകൾ വഴിയാണ് ആൻഡ് ആർ ട്രേഡഡ് ഓവർ ദ കൗണ്ടർ വഴിയാണ് ട്രേഡ് ചെയ്യുന്നത്. സ്വാപ്പിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈസ് ടു ചേഞ്ച് വൺ സ്കീം ഓഫ് പേയ്മെൻറ്റ് ടു അനദർ. ഒരു സ്കീം ഓഫ് പേയ്മെൻറ്റ് മറ്റൊന്നിന് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് സ്വാപ്പ് കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള 4 തരത്തിലുള്ള ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഫ്യൂച്ചർ, ഫോർവേഡ്, ഓപ്ഷൻ, സ്വാപ്പ്. അപ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടർ പാർട്ടി റിസ്ക് കൂടുതലുള്ള കോൺട്രാക്റ്റാണ്. അവിടെ എക്സ്ചേഞ്ചുകളുടെ സാന്നിധ്യമില്ല. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണെങ്കിൽ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചുകൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ കൗണ്ടർ പാർട്ടി റിസ്ക് കുറവായിരിക്കും. ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ നടപ്പിലാകുന്ന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിൽ ബയ്യർക്ക് ഒരു റൈറ്റ് ഉണ്ട്. ബയ്യർ അയാളുടെ റൈറ്റ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെല്ലർക്ക് ഒബ്ലിഗേഷൻ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ വൺ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആകാം, കറൻസി ആകാം, കമ്മോഡിറ്റി ആകാം. ഈ 4 കോൺട്രാക്റ്റുകളാണ് പ്രധാനമായിട്ടുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കോൺട്രാക്റ്റുകളുടെയും ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.